ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്തെല്ലാമാണ് ഇന്നത്തെ കറണ്ട് എനർജി, ഇന്നത്തെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ഗൈഡൻസ് ആണ് കിട്ടുന്നത് നോക്കാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു റിലേഷൻഷിപ്പ് റീഡിങ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇന്നലത്തെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പേരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അതുപോലെ ഇന്ന് കമൻറ്റിൽ ഫസ്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം. അതിലും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്താൽ സന്തോഷം. ഓക്കെ, അപ്പോൾ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് 8 ഓഫ് സ്വോർഡിൻ്റെ എനർജിയാണ്. അപ്പോൾ ഒരു എന്താണ്, നമ്മൾ ചെയ്ത ചില പ്രവൃത്തികൾ, നമ്മൾ തന്നെ ചെയ്ത ചില പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ഞാനത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയി, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ചിന്തകളോടുകൂടിയായിരിക്കും ചിലപ്പോൾ ഇന്ന ദിവസം എഴുന്നേൽക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. കാരണം ഈ ഒരു ട്രാപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റിൽ നിന്ന് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം വളരെ ഈസിയാണ്. നിങ്ങളാണ് അവിടെ ഒരു ബൗണ്ടറി ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങളാണ് ആരെയോ ഒരു ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളാണ് ആർക്കോ നേരെ കണ്ണടച്ച്, നിങ്ങളാണ് ആർക്കോ നേരെ കൈയും കണ്ണും കെട്ടിയിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് മാത്രമേ ഇതിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചിന്തിക്കുക, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഞാൻ എന്തുകൊണ്ട് ട്രാപ്പിൽ പെട്ടുപോയി എന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും എന്ന് ആലോചിക്കുക. കൃത്യമായി ഉത്തരം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾക്കുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോൾ നിങ്ങളിങ്ങനെ കണ്ണും കെട്ടി കൈയും കെട്ടിയിട്ട് നെഗറ്റീവ് തോട്ട്സിലിരിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റീവ് ചിന്തയും നെഗറ്റീവ് മൈൻഡ് സെറ്റുമാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങൾക്ക് മാത്രമേ ഇതിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളായിട്ട് ശ്രമിക്കണം അതിൽ നിന്ന് പുറത്തിറങ്ങാൻ. അപ്പോൾ നിങ്ങളായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. സെക്കൻഡ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇവിടെ ഇന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് സാലറി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന പണമായിരിക്കാം, നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നതായിരിക്കാം, നിങ്ങൾ പിന്നത്തേക്ക് വേണ്ടിയിട്ട്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങൾക്ക് കാത്തിരുന്ന പണം ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞ കാര്യമായിരിക്കും അത്, പക്ഷേ ഇന്ന് നിങ്ങളിലേക്ക് വരുമെന്നാണ് കാണുന്നത്. അതാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങൾ ഇന്നൊരു നർച്ചറിങ് നർച്ചറാണ്, പരിപാലിക്കുക എന്നൊരു എനർജിയിലായിരിക്കും ഉള്ളത്. ഒരു മദർലി അഫെക്ഷനോടുകൂടിയായിരിക്കും എല്ലാവരെയും നോക്കി കാണുന്നത്. പരിപാലിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ നിങ്ങൾ പണത്തിന് മൂല്യം കൽപ്പിക്കുന്നു, പണം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നു. ഇന്ന് പർച്ചേസിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ലിസ്റ്റൊക്കെ എഴുതിയിട്ട് വേണം പോകാൻ. അല്ലാതെ പോകുന്നിടത്തുനിന്ന് കാണുന്ന എല്ലാ സാധനവും പെറുക്കിയെടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പണം, ഇപ്പോൾ കയ്യിലുള്ള പണം ഇപ്പോഴത്തേക്ക് മാത്രമുള്ളതല്ല, ഫ്യൂച്ചറിലേക്കും കൂടി വേണ്ടിയുള്ളതാണെന്ന കരുതൽ നിങ്ങൾ പണം സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പണം വന്ന് കിട്ടും. അതുപോലെ പണം സ്പെൻഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുകയും ചെയ്യണം. ഇന്നൊരു വർക്കിംഗ് മദറാണ്, ഒരു നർച്ചറിങ് പേരൻ്റാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫെമിനൈൻ എനർജി ആയിട്ടായിരിക്കും ഇന്ന് നിങ്ങൾ ഉള്ളത്. ഓക്കെ, വളരെ സമൃദ്ധിയിൽ തന്നെയാണുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് കിട്ടുമെന്നാണ്. അപ്പോൾ പണം നിങ്ങൾക്ക് വന്ന് കിട്ടും. ചിലപ്പോൾ ചിട്ടി അടിക്കുക, കുറി അടിക്കുക, ലോട്ടറി അടിക്കുക, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ സൺഗാർഡാണ്, ഒരു പുതിയ തുടക്കമാണ്. ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ കുറേ നെഗറ്റീവ് തോട്ട്സിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളിലും ഒക്കെയാണ് ഇരുന്നതെങ്കിൽ അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നൊരു യാത്ര ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് വീട്ടിലുള്ള ആളുകളോടൊപ്പം ആയിരിക്കും ചിലപ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവും. എന്തായാലും ഈ യാത്രയുടെ അവസാനം നിങ്ങൾ വളരെ ഹാപ്പി ആകും. വളരെ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്നൊരു പുതിയ തുടക്കമാണെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും, പ്രാർത്ഥിക്കുന്നുണ്ടാവും. പോയിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് വളരെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ കുറേ നെഗറ്റീവ് ചിന്തകളുണ്ട്. നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടോ കാത്തിരിക്കുകയാണ്. ഇനി ഒരിക്കലും വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടുപോയി, നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ വ്യക്തിയെ നഷ്ടപ്പെട്ടു, ഞാൻ പെട്ടുപോയി, ഞാൻ വിക്റ്റിമായി എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ, നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ആ ഒരു ചിന്തയിൽ നിന്ന്
ഓവർകം ചെയ്ത് പുറത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. ഓക്കെ, ചിലപ്പോൾ ഇന്ന് പുതിയ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് എൻട്രി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പുതിയ ആളുകൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാവാൻ സാധ്യത, കുഞ്ഞുങ്ങളുണ്ടാവുന്നതായിരിക്കാം. ചിലപ്പോൾ എന്തായാലും ഒരു കുഞ്ഞുണ്ടായി എന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. എവിടെന്നെങ്കിലും ആർക്കെങ്കിലും ഒരു കുഞ്ഞുണ്ടായി എന്ന് കേൾക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിങ്ങൾ വാങ്ങിക്കാനും സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് ആരാധനാലയങ്ങളിലോ എവിടെയെങ്കിലും പുറത്തൊക്കെ പോവുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് മിഠായി വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. വാങ്ങിച്ചിട്ട് വഴിയിൽ കാണുന്ന കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ റിവാർഡ് കിട്ടും. അപ്പോൾ അത് കുഞ്ഞുങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, തന്നെ നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. വളരെ പാഷനേറ്റ് ആണെന്നാണ്. എന്ത് ചെയ്യുമ്പോഴും അതിനോട് വളരെ ആഭിമുഖ്യത്തോടു കൂടി തന്നെ, അഭിനിവേശത്തോടു കൂടി തന്നെ ആ കാര്യം ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പാഷനേറ്റായിട്ട്, വളരെ ക്വിക്കായിട്ട് ചെയ്യാനായിട്ട് പറ്റും. യാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല, ഇന്ന് കുറേ അധികം ആളുകൾക്ക് യാത്രയുണ്ടെന്ന് കാണുന്നുണ്ട്. യാത്ര പോകുമ്പോൾ നിങ്ങൾ സ്പീഡ് ശ്രദ്ധിക്കണം. ക്വിക്കായിട്ടുള്ള ഡിസിഷൻസും പെട്ടെന്ന് തീരുമാനമെടുത്ത് പെട്ടെന്ന് യാത്ര ചെയ്യുകയൊക്കെ ചെയ്യുന്നതൊക്കെ, പക്ഷെ അത് ശ്രദ്ധിക്കണം. വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ദിവസമാണ്. യാത്രയിലെ സ്പീഡ് കുറയ്ക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ എടുത്തു ചാടി മുൻകോപത്തിൽ അല്ലെങ്കിൽ എടുത്തു ചാട്ടം അതൊന്നും പാടില്ല. ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യണം. ഫോക്കസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇന്നേ ദിവസം നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് പാഷനാണോ നിങ്ങൾക്കുള്ളത് ആ പാഷനിലേക്ക് നിങ്ങൾ ഒരു യാത്ര നടത്തുന്നു. ചിലപ്പം ഡാൻസ്, പാട്ട്, പിന്നെ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇന്ന് അതിൽ പ്രാക്ടീസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലൊരു അച്ചീവ്മെൻറ്റിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അവിടെ നിന്നൊരു അപ്രീസിയേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. മജീഷ്യനാണ്, ഒന്നാമനാണ്. അപ്പോൾ ഇത് വീണ്ടും സമ്മാനാർഹനാകാൻ സാധ്യതയുണ്ട്. ലോട്ടറിയോ ചിട്ടിയോ ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങളെ തേടി ആരെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ, ഗസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങളെ തേടി ആരെങ്കിലും വരിക, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരാളായിരിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ഒരാളെ കാണുകയോ കേൾക്കുകയോ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളെ തേടി വരികയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ വളരെ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു പെയിൻറ്റിങ് തുടങ്ങുന്നതോ പൂർത്തിയാകുന്നതോ ആയിരിക്കും. ഒരു പാഷൻ ഉള്ള ആളാണെങ്കിൽ അത് തുടങ്ങുന്നതോ അല്ലെങ്കിൽ അതിലൊരു അരങ്ങേറ്റം നടത്തുക, അതിൽ സമ്മാനം കിട്ടുക, അങ്ങനെയുള്ളൊരു എനർജി ആയിരിക്കും. ഇപ്പം മ്യൂറൽ പെയിൻ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തോ ഒരു തുടക്കമോ ഒടുക്കമോ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിട്ടിയോ കുറിയോ അങ്ങനെ എന്തെങ്കിലും, ചിട്ടി, ലോട്ടറി അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിന് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ദെൻ 2 ഓഫ് കപ്സ് ആണ് ഇന്ന്. ഒരു എന്താണ്, ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്ന് എന്നും നിങ്ങൾ ഒറ്റയ്ക്കാണ് ചില കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇന്ന് പാർട്ട്ണർഷിപ്പിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പ്രവൃത്തിക്ക് തുല്യമായ ഒരു റിവാർഡ്, സന്തോഷം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്ന് നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു ഫെമിനിൻ മാസ്കുലൈൻ എനർജിയിൽ ഒരു ഈക്വലിബ്രിയം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ പറയുന്നത് എന്താണോ അത് സാധിക്കുന്ന ദിവസം, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തോ അത് സാധിക്കുന്ന ദിവസം, നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ ആ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ഫലം കിട്ടുന്ന ദിവസം എന്നാണ് 2 ഓഫ് കപ്പ് പറയുന്നത്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റിൻ്റെ കാർഡാണ്. ഒരുപക്ഷെ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ആളുകളാണെങ്കിൽ അവിടെ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിരിക്കാം. ചിലപ്പം കല്യാണ നിശ്ചയമോ അതിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ കല്യാണ നിശ്ചയമോ കല്യാണമോ നടക്കാനോ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് 2 ഓഫ് കപ്സ് പറയുന്നത്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതുപോലെ ഒരു ഫെമിനിൻ മാസ്കുലൈൻ ഈക്വലിബ്രിയം ഫോം ചെയ്യുന്നതും കൂടിയാണ് കേട്ടോ. 8 ഓഫ് വാണ്ട് ആണ്. അപ്പോൾ കാത്തിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ നടക്കുക,
നിങ്ങളൊരു കമ്മ്യൂണിക്കേഷനായിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിരിക്കാം, നിങ്ങളെ കാണാൻ ആരെങ്കിലും വരുന്നതായിരിക്കാം, അവരുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എയർ ട്രാവൽ ഉണ്ടെന്നാണ്. ഇത് വിമാനത്തിൽ യാത്ര ചെയ്യുക, അതായത് വിദേശത്തു നിന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നതാവാം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം. ഇത് എയർ ട്രാവലിൻ്റെ കാർഡാണ്. അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നും 8 ഓഫ് വാണ്ടിന് അർത്ഥമുണ്ട്. അപ്പം നിങ്ങൾ മാനിഫെസ്റ്റേഷൻസ് ഒരു ക്വിക്ക് ആക്ഷനായിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും, ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതായിട്ടൊക്കെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് കേട്ടോ. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ. നിങ്ങൾ പണം എന്ന് പറയുന്നത് ഒരു നിങ്ങൾക്കൊരു പരിമിതിയുള്ളൊരു കാര്യമാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് പണം ഇന്ന് ആവശ്യമുണ്ട്, പക്ഷേ അതിനുള്ള പണം നിങ്ങൾക്ക് കയ്യിലില്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിൽ അതിന് ആവശ്യത്തിനുള്ള പണം ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒന്നും പേടിക്കണ്ട, അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളിലേക്ക് പണം വന്നു ചേരും. നിങ്ങൾ പണം ആവശ്യപ്പെട്ടിരിക്കുകയും അതില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങളിലേക്ക് ഇന്ന് പണം വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. അതുപോലെ പണം ഇന്ന് സ്പെൻഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. പണം നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. വളരെ പിശുക്കത്തിൽ മാത്രമേ നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതുപോലെ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. പർച്ചേസ് ചെയ്യാൻ പോകാതിരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ പ്രത്യേകിച്ചും ഷോപ്പിംഗ് മോൾസിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റ്സിലൊന്നും പർച്ചേസിങ്ങിന് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇങ്ങനെ പിശുക്കും, എന്നിട്ട് വലിയ വലിയ കാര്യങ്ങളിൽ കൊണ്ട് സ്പെൻഡ് ചെയ്യും. ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ സ്പെൻഡ് ചെയ്യും. നിങ്ങളിങ്ങനെ പർച്ചേസിങ്ങിനൊക്കെ പോയിട്ടേ തിരിച്ച് വന്ന് സാധനമൊക്കെ പെറുക്കി വെക്കുമ്പോൾ മേടിക്കാൻ പോയ സാധനം കാണത്തില്ല, ബാക്കി എന്തൊക്കെയോ അലിക്കുലത്തെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണും. അപ്പോൾ കൊച്ചു സാധനങ്ങളിൽ പിശുക്കിയിട്ട് വലിയ കാര്യങ്ങളിൽ പണം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റുള്ള ആളുകളോട് മിണ്ടാൻ മടി തോന്നുക. ആരെയും കണ്ടാലും കാണാത്തതുപോലെ നടക്കുക. മിണ്ടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അനങ്ങാതിരിക്കുക. വെറുതെ കട്ടിലേക്ക് കയറി കിടക്കുക, വെറുതെ അവിടെ മാറിയിരിക്കുക. ഇങ്ങനെയുള്ള സ്വഭാവമൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. ഒരു തരം റിസർവ്ഡ് ടൈപ്പായിട്ട് ഇരിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ വരുന്നുണ്ടെന്നാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഓഫർ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നതാണ്. അത് ഒരു വ്യക്തിയിൽ നിന്നുള്ള ഒരു ഓഫർ ആയിരിക്കാം. ചിലപ്പോൾ ഒരു ജോലി ആയിരിക്കാം, ചിലപ്പം പണത്തിന് നിങ്ങളെ ആരെങ്കിലും സഹായിക്കാമെന്ന് പറയുന്നതായിരിക്കാം. അപ്പോൾ ഒരു ഓഫർ, നിങ്ങൾക്കൊരു സഹായം എവിടെ നിന്നോ വരുന്നുണ്ട്. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ഒട്ടും പരിചയമില്ലാത്ത ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം കിട്ടുന്നതായിരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് പുതിയ ആളുകളുടെ എൻട്രി ഉണ്ട്. പുതിയ ആളുകളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പുതിയ ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നേ അറിയാവുന്ന എന്നാൽ ഇടക്കാലത്ത് നിങ്ങൾക്ക് കണക്ഷൻ ഇല്ലാതിരുന്ന ആളുകൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും നിങ്ങളെ സഹായവുമായി വന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. കിങ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പം ഇത് വീണ്ടും പാഷനെ ചേസ് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ അച്ചീവ്മെൻറ്റിൻ്റെ ഏറ്റവും ഓപ്റ്റിമൽ ലെവലിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഏറ്റവും ഉയരത്തിലെത്തിയത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, അതിനെ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അതിനെ നിങ്ങൾക്ക് എത്തിപ്പിടിക്കാനും അതിനുശേഷം അതിലുള്ളൊരു അച്ചീവ്മെൻറ്റ് നേടിയതിന് ശേഷം അടുത്ത ഒരു പാഷനിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ ഇന്ന് കുറച്ച് കരിയർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. കുറച്ചധികം ജോലികൾ ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്നും ചെയ്യുന്നതല്ലാത്ത മറ്റ് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങളോട് നിങ്ങൾക്ക് വല്ലാത്ത വിരക്തി, എന്നും ചെയ്യുന്ന കാര്യങ്ങളോട് വിരക്തി തോന്നുക, വേറെ എന്ത് ചെയ്യാൻ പറ്റും, ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക. ഇതൊക്കെയാണ് കിങ് ഓഫ് വാണ്ട്സ് പറയുന്നത്. അതുപോലെ ചില ആളുകളുടെ കല്യാണമൊക്കെ മുടങ്ങിപ്പോകാൻ സാധ്യത കാണുന്നുണ്ട്. കല്യാണം നിശ്ചയം വരെയൊക്കെ എത്തിയിട്ട് കല്യാണം മുടങ്ങിപ്പോവുക, മാറി ചിന്തിക്കുക എന്നാണ്. അപ്പോൾ വേറൊരു ചിന്തയിലേക്ക് മാറിപ്പോകുന്നത് കൊണ്ട് ഇതുവരെ തീരുമാനിച്ച് വെച്ചിരുന്ന കാര്യങ്ങൾ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതായത് ഇഷ്ടം ഉണ്ടായിരുന്ന കാര്യങ്ങളോട് പെട്ടെന്ന് ഇഷ്ടം പോവുക, മറ്റെന്തിനോടൊക്കെയോ ഇഷ്ടം തോന്നുക. അതാണ് കിങ് ഓഫ് വാണ്ട്സ്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇതിലുള്ളൊരു താല്പര്യം പോയി, വേറെ എന്തെങ്കിലും നോക്കാം എന്ന് വിചാരിക്കുന്ന ഒരു എനർജിയാണ് ഈ കിങ് ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പെൻറ്റക്കിളിൻ്റെ രാജാവാണ്. അപ്പോൾ ഇന്ന് വളരെ
ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിരിക്കും. വളരെയധികം ആളുകളോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കുക, വളരെ ഉദാരമനസ്കതയുള്ള ആളായിരിക്കുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കും. പിന്നെ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആയിരിക്കും, വളരെ മച്ചുറായിട്ട് ബിഹേവ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആലോചിച്ചും കണ്ടൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുക. എടുക്കുന്ന പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇത്രയാണ് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നോക്കാം. ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. 3 ചോദ്യങ്ങൾ മനസ്സിലോർക്കണേ. 3 ചോദ്യങ്ങൾ മനസ്സിലോർക്കുക. 3-നുള്ള ഉത്തരം ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിന് ഏഞ്ചൽസ് തരുന്ന മറുപടി എന്ന് നോക്കാം. എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഏഞ്ചൽസിൻ്റെ മറുപടി? വന്നിട്ട് ഫൊർഗീവ്നെസ് ആണ്. അതായത് അവിടെ ഫൊർഗീവ്നെസ് ആവശ്യമുണ്ട്. അവിടെ ആരോടോ നിങ്ങൾ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഹോപ്പനൊപ്പനോ ചൊല്ലണം. ആരെ ഉദ്ദേശിച്ചാണോ നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ഫൊർഗീവ്നെസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഫൊർഗീവ്നെസ് കൊടുക്കുക, അത് സോൾവ് ആയിക്കോളും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം മനസ്സിലോർക്കുക. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം നോട്ട് ദ റൈറ്റ് ടൈം. ഇതല്ല നിങ്ങൾക്കുള്ള ശരിയായ സമയം, നിങ്ങളൊന്ന് കാത്തിരിക്കണം. മൂന്നാമത്തെ ചോദ്യം ഉത്തരം റൊമാൻസ് എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഇന്ന് വളരെ റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ കിട്ടുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. റൊമാൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് തരുന്ന 3 ഗൈഡൻസ്. ഓക്കെ, ഇനി എന്താണ് റിലേഷൻഷിപ്പിൽ എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് നോക്കാം. റീഡിങ്ങിന് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പ് റീഡിങ്ങിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഒരു ചാനൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് റൊമാൻറ്റിക് ഫീലിങ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് എല്ലാം വേർത്ത് എക്സ്പ്ലോറിങ് ആണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. സ്നേഹം എങ്ങനെ പ്രണയിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ അതിലോട്ട് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്യാനാണ്. ദെൻ ചിൽഡ്രൻ ആണ്. കുട്ടികളാൽ നിങ്ങളുടെ ലവ് ലൈഫ് അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ കുറച്ച് മുറുമുറുപ്പൊക്കെ ഉണ്ടാകാം. അപ്പോൾ കുട്ടികൾ കാരണം നിങ്ങളുടെ ലവ് ലൈഫിൽ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ കുട്ടികളാൽ നിങ്ങളുടെ ലവ് ലൈഫ് അഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അടുത്തത് കോഡിപ്പെൻഡൻസിയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയത്വത്തിൽ തന്നെ ഇരിക്കുക. അല്ലാതെ ഒരാൾ അടിമ മറ്റേ ആൾ ഉടമ എന്നുള്ള രീതിയിലല്ല, വളരെ ഹാപ്പി ആയിട്ട് ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലിരിക്കുക. കോഡിപ്പെൻഡൻസി എപ്പോഴും നല്ലതാണ്. പരസ്പര ആശ്രിതത്വമൊക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ഒരുപാട് ഒരാൾക്ക് വേണ്ടിയിട്ട് സഹിക്കുക, വിട്ടുകൊടുക്കുക, ഒരാളെ ഉയർത്തി വെക്കുക, മറ്റേ ആൾ താഴ്ത്തി കിട്ടുക, അതൊന്നും ആവശ്യമില്ല. റിലേഷൻഷിപ്പ് എപ്പോഴും ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റേതാണ്. അതാണ് എപ്പോഴും സ്മൂത്ത് ഗോയിങ്ങിന് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസ് ഗൈഡൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലും മറ്റേ ചാനലും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സൺഡേ ആണ്. ഹാപ്പി സൺഡേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.